മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോൾ രാത്രി ഏറെ വൈകിയും പരിശോധന തുടരുകയാണ്. ഫോറൻസിക് വിദഗ്ധർ ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്. ഇതുവരെ മരണസംഖ്യ 12 എന്ന് പറയുന്നുണ്ടെങ്കിലും അക്കാര്യത്തിലും വ്യക്തതയില്ല. കാരണം ഈ വൈകിയ വേളയിലും പരിശോധന നടത്തുമ്പോഴും ഇവിടെ നിന്ന് 100-200 മീറ്റർ മാറിയാണ് പലയിടത്തു നിന്നും ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പേർ മരണപ്പെട്ടുവെന്നും എത്ര പേർ പരിക്കോടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുമുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയായിട്ടില്ല. അതുപോലെ തന്നെ ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ വെടിക്കെട്ട് ശാലയിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ഇപ്പോൾ ഇവിടെ പരിശോധന ഈ ഒരു രാത്രി വൈകിയ വേളയിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ടുകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്ന വെടിക്കെട്ട് ശാലയ്ക്കാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വലിയ ദുരന്തത്തിലേക്ക് അത് കലാശിച്ചിരിക്കുന്നത്. നിലവിൽ 12 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. പലയിടങ്ങളിൽ നിന്നും ഇപ്പോഴും ചിന്നിച്ചിതറിയ നിലയിലുള്ള ശരീരഭാഗങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പോലീസും ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ്. ഇപ്പോഴും നിലവിൽ ഇവിടെ തീ പൂർണ്ണമായും അണയ്ക്കാത്ത സാഹചര്യമാണുള്ളത്. കാരണം ഇപ്പോഴും ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സംഭവസ്ഥലത്ത് നിന്നും ക്യാമറാമാൻ അഭിലാഷ് ചിറക്കടനോടൊപ്പം ശ്രീലക്ഷ്മി മേനോൻ മാതൃഭൂമി.